സ്വാശ്രയ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന സമരം വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനോ സമൂഹത്തിനോ വേണ്ടിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ സാഹചര്യം മനസ്സിലാക്കി സഹകരിക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കൊച്ചിയിൽ പറഞ്ഞു. കോൺഗ്രസിൻ്റെ സമരവേദിയിലേക്കൊന്നും ഗ്രനേഡ് ഉപയോഗിക്കാൻ പോലീസ് തയ്യാറാകില്ല. അങ്ങനെ തയ്യാറാകുന്നൊരു നിലയല്ല പോലീസ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പരിക്ക് പറ്റിയ നിരവധി പോലീസുകാർ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രകോപനപരമായ ഒരു നിലപാടും പോലീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന സമീപനം തന്നെയാണ് അവർ സ്വീകരിച്ചു പോകുന്നത്. പ്രകോപനം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഷിക്കുപ്പിയുടെ പ്രശ്നം അടക്കം വന്നത്. ഇതൊന്നും സാധാരണ സമരരംഗത്ത് കാണാത്തതാണല്ലോ. തനിക്കെതിരെ കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ചത് ചില ചാനലുകാർ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണെന്ന് പിണറായി വിജയൻ. മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കൊച്ചിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അത് യൂത്ത് കോൺഗ്രസ് പ്ലാൻ ചെയ്താണ് എന്ന് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഈ ചാനലുകാർ, ആ വന്ന ചാനലുകാർ സംഘടിപ്പിച്ചവരായിരിക്കും അവർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സംഭവിച്ചത്. നിങ്ങളാ പണിയുള്ളവരല്ലേ? നിങ്ങളെന്താ ആദ്യമായിട്ട് ചെയ്യുന്ന ആ പണി? നിങ്ങൾ ഇതിനു മുമ്പിൽ ചെയ്തിട്ടില്ലേ? നിങ്ങൾ ആളുകളെ കൂട്ടിപ്പോയി പിന്നെ ചുമരിൻ്റെ മേലെ പോസ്റ്റർ ഒട്ടിപ്പിച്ച് എന്നിട്ട് പിടിച്ച കഥകളില്ലേ? അങ്ങനെ എന്തെല്ലാം കഥകൾ നമ്മൾ തമ്മിലുണ്ട്. അത് വേറെ. സ്വാശ്രയ പ്രശ്നത്തിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തു. UDF യോഗത്തിലാണ് ഈ തീരുമാനം. മുൻപൊന്നുമില്ലാത്ത വിധം ക്രൂരമായാണ് പോലീസ് വിദ്യാർത്ഥികളെ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു കാലത്തും വിദ്യാർത്ഥി യുവജന സമരങ്ങളോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഭീകരമായ മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സമരം ഉണ്ടാകുമ്പോൾ പോലീസ് ആത്മസംയമനം പാലിക്കാറുണ്ട്. ഹർത്താലിൽ UDFന്റെ ഇരട്ടത്താപ്പ്. UDF സർക്കാരിന്റെ കാലത്ത് ഹർത്താൽ നിയന്ത്രണ ബില്ല് കൊണ്ടുവന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഇന്ന് UDFന്റെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ദിവസം മുൻപ് ഹർത്താൽ പ്രഖ്യാപിക്കണമെന്നും അതിനു മുൻപ് നഷ്ടപരിഹാര തുക കെട്ടിവെക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ബില്ലിനെ പ്രകീർത്തിച്ച് KPCC വെബ്സൈറ്റിൽ ലേഖനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2015 നവംബറിലാണ് ഹർത്താൽ നിയന്ത്രണ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ UDF സർക്കാർ തീരുമാനിച്ചത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ബിൽ തയ്യാറാക്കുകയും ചെയ്തു. ബില്ലിനെക്കുറിച്ച് KPCCയുടെ വെബ്സൈറ്റിൽ രമേശ് ചെന്നിത്തല ലേഖനവും എഴുതി. തൻ്റെ ഫേസ്ബുക്കിലും ബില്ലിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല എഴുതിയിരുന്നു. 3 ദിവസം മുൻപ് മാധ്യമങ്ങളിലൂടെ ഹർത്താൽ നടത്തുന്ന കാര്യം ജനങ്ങളെ അറിയിക്കണമെന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തത്. എന്നാൽ രമേശ് ചെന്നിത്തല ഹർത്താൽ പ്രഖ്യാപിച്ചത് തലേ ദിവസം മാത്രം. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിശ്ചിത തുക കെട്ടിവയ്ക്കണം എന്നായിരുന്നു മറ്റൊരു വ്യവസ്ഥ. നഷ്ടപരിഹാരം നൽകുവാനാണ് തുക. എന്നാൽ ഇതും UDFും രമേശ് ചെന്നിത്തലയും നടപ്പാക്കി മാതൃക കാട്ടിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും പ്രവർത്തനത്തെ തടയരുത്, സഞ്ചാര സ്വാതന്ത്ര്യം തടയരുത്, വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കരുത് എന്നിങ്ങനെ നിരവധി വ്യവസ്ഥകൾ ബില്ലിലുണ്ട്. ഇതൊക്കെ ഹർത്താലിൽ UDF നേതാക്കൾ പാലിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്. സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിലെ അക്രമം. മാർച്ച് തടഞ്ഞ പോലീസുകാർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. സമരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെയുള്ള ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ കോളേജ് പ്രവേശന വിഷയം ഉന്നയിച്ചാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈ സമയത്ത് ഇതിലുണ്ടായിരുന്ന പ്രവർത്തകർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് അക്രമം അഴിച്ചുവിടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ സമരപന്തലിലുണ്ടായിരുന്ന കസേരകളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞ പ്രവർത്തകർ അക്രമം നടത്താൻ ഇരുമ്പ് വടികളും കരുതിയിരുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. ഇതിലും പിൻവാങ്ങാത്ത പ്രവർത്തകർ പോലീസിനോട് നേർക്കുനേർ നിന്ന് പോരാടി. യൂത്ത് കോൺഗ്രസ് കല്ലെറിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടിയർ ഗ്യാസ് ശ്വസിച്ച അബോധാവസ്ഥയിലായ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസുകാരുടെ കല്ലേറിൽ അമൃത TVയിലെ ക്യാമറയും റിപ്പോർട്ടർ TVയിലെ മൈക്കും തകർന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗതാഗതവും തടസ്സപ്പെടുത്തി. പിന്നീട് KPCC പ്രസിഡന്റ് VM സുധീരൻ സ്ഥലത്തെത്തി പ്രവർത്തകർക്കൊപ്പം റോഡിൽ കുത്തിയിരുന്ന റോഡ് ഉപരോധിച്ചു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് MLAമാരും സ്ഥലത്തെത്തി സമരക്കാരോട് സംസാരിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ അക്രമം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു. ഇതിനിടെ നിരാഹാര സമരം നടത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെയും വൈസ് പ്രസിഡന്റ് CR മഹേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. സ്വാശ്രയ കരാറിൽ നിന്ന് പിന്നോട്ടില്ലെന്നും എന്നാൽ നീറ്റ് മെറിറ്റ് സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വാശ്രയ വിഷയത്തിൽ നിയമസഭ പ്രക്ഷുബ്ധമായത്. പ്രതിപക്ഷത്തിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗമാണ് പ്രതിപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചതും സഭയെ ഏറെ പ്രക്ഷുബ്ധമാക്കിയതും. 2-3 ക്യാമറക്കാർ ഇങ്ങനെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങേ ഭാഗത്ത് 2 ചെറുപ്പക്കാർ ആ സൈഡിൽ നിന്ന് ഓടി വരികയാണ്. റോഡിന്റെ വലതു ഭാഗത്ത്, ഈ ക്യാമറക്കാർ ഇടതു ഭാഗത്താണ്. അത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചതാണെന്ന് അവകാശപ്പെടാതിരിക്കലാ നല്ലത്. ഇതേതോ ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ്. എന്നാൽ സഭയ്ക്കൊരു അന്തസ്സുണ്ടെന്നും തെരുവിൽ സംസാരിക്കുന്നത് പോലെ മുഖ്യമന്ത്രി സഭയിൽ സംസാരിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. സാർ, ഈ സഭയ്ക്ക് ഒരു അന്തസ്സുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ തെരുവിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ സംസാരിക്കുന്നത് മുഖ്യമന്ത്രി ഇത്ര തരം താഴാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സഭാ നടപടികൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ സ്വാശ്രയ കരാറിലുള്ള നിലപാടും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഇത്തരമൊരു എഗ്രിമെന്റും അലോട്ട്മെന്റും ഇപ്പോ കൊണ്ടുപോവുകയേ മാർഗമുള്ളൂ. തലവരിപ്പണം വാങ്ങുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നാൽ അത് സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുകയും വളരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതുമാണ്. കഴിഞ്ഞ ദിവസം നടന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ക്രൂരമായി നേരിട്ട പോലീസ് നടപടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സമരക്കാരുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നും വഴിയാത്രക്കാരെയും പോലീസുകാരെയും സമരക്കാർ ആക്രമിച്ചതായും മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി സമരത്തിൽ നിന്നും പിന്മാറണമെന്നും മുഖ്യമന്ത്രി സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ സഭയ്ക്കകത്തും പുറത്തും സമരം ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ തീരുമാനം. നിയമസഭയിൽ നിന്നും എസ് ഷീജ. വ്യാപാര രംഗത്ത് പാകിസ്ഥാന് നൽകി വരുന്ന സൗഹൃദ രാജ്യ പരിഗണന ഇന്ത്യ എടുത്തു കളയുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദില്ലിയിൽ വ്യാഴാഴ്ച ഉന്നതതല യോഗം ചേരും. അതേസമയം കശ്മീർ വിഷയത്തിൽ പിന്തുണ തേടി പാകിസ്ഥാൻ 56 രാജ്യങ്ങൾക്ക് കത്തെഴുതി. സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കിയാൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു. ഗാഡ് കരാറിന്റെ ഭാഗമായി 1996 പാകിസ്ഥാന് വ്യാപാര രംഗത്ത് അതീവ സൗഹൃദ രാജ്യമെന്ന പരിഗണന ഇന്ത്യ നൽകിയത്. നിലവിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പരിഗണന വേണ്ടെന്ന് വെക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പദവി എടുത്തു കളയുന്നത് ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചു. വ്യാഴാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരും. അതേസമയം സിന്ധു നദീതട ജലവിനിയോഗ കരാർ ഇന്ത്യ റദ്ദാക്കിയാൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്ന് പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർദാർ അസീസി അറിയിച്ചു. കരാർ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ്. 56 വർഷം മുമ്പുണ്ടായ കരാർ ഏകപക്ഷീയമായി ഇന്ത്യക്ക് റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ കഴിയില്ലെന്നും പാക് ഉപദേഷ്ടാവ് സർദാർ അസീസി വ്യക്തമാക്കി. ഇതിനിടയിൽ കാശ്മീർ വിഷയത്തിൽ പിന്തുണ തേടി പാകിസ്ഥാൻ 56 രാജ്യങ്ങൾക്ക് കത്തെഴുതുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ പ്രശ്നത്തിലും യൂത്ത് കോൺഗ്രസ് സമരത്തിലും പ്രതിപക്ഷത്തിന്റെ മുനയൊടിക്കുന്ന പരാമർശങ്ങളായിരുന്നു മുഖ്യമന്ത്രിയുടേത്. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ചാനൽ ക്യാമറ വാടകയ്ക്കെടുത്തത് മുതൽ ചുവന്ന മഷി പുരട്ടി തന്നെ ആക്രമിച്ചുവെന്ന സമരക്കാരുടെ നടപടി ലജ്ജാകരമെന്നത് ഉൾപ്പെടെ മുഖ്യമന്ത്രി പരാമർശിച്ചു. ഈ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ആരംഭിച്ചിരുന്നു. അതിൽ തൊട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസ്യ പ്രസംഗം. ഗാലറിയിലുള്ള പ്രസ്സിനെ കണ്ടുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ബാനറായിരുന്നു അത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ബാനർ അവർ താഴെയിട്ടു. പിന്നെ അത് എടുത്തു പൊക്കാനുള്ള ശേഷി അവരുടെ കൈക്കുണ്ടായില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സമരത്തിനെത്തിയവർ ചുവന്ന മഷിക്കുപ്പിയുമായി എത്തിയതിലും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇന്നലെ ചുവന്ന മഷിക്കുപ്പിയുമായി വന്നുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ പ്രതിപക്ഷത്തെ ഏറെ പ്രകോപിപ്പിച്ചത് കരിങ്കൊടി കാണിച്ച സമരക്കാർ ചാനലുകാർ വാടകയ്ക്കെടുത്തത് എന്ന പരിഹാസ്യമായിരുന്നു. നിങ്ങൾ വാടകയ്ക്കെടുത്തതല്ല അദ്ദേഹം പറഞ്ഞത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടിയും നൽകി. ഞങ്ങൾ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഞങ്ങളുടെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ,
വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രസംഗത്തിലെ പരിഹാസത്തിന് പുറമെയായിരുന്നു പ്രതിപക്ഷ MLA-മാരെ സഭാ നടപടികൾ പഠിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഉപദേശവും. പ്രതിപക്ഷത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്പീക്കർ പരിശോധിക്കണമെന്നും സഭാ നടപടികൾക്ക് യോജിച്ചതല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നിയമസഭയിൽ നിന്നും എസ് ഷീജ. തമിഴ്നാടിന് കാവേരി നദിയിൽ നിന്ന് 6000 ഖനിയടി ജലം വിട്ടുകൊടുക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കർണാടകയുടെ നടപടികൾ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്തതാണെന്നും സുപ്രീംകോടതി. ഔഷധിക്ക് അന്താരാഷ്ട്ര വിപണി സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ. മെഡിക്കൽ ടൂറിസത്തിന്റെ സാധ്യത മുതലെടുക്കാൻ ഔഷധിയെ പൂർണ്ണ സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഔഷധിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി വിപണന സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ വ്യക്തമാക്കി. മെഡിക്കൽ ടൂറിസം അപ്പം ധാരാളം വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സൗകര്യങ്ങളും കൊടുക്കുക. നമ്മുടെ മാർക്കറ്റിംഗ് സംവിധാനവും ജനങ്ങളിൽ ഇതിലുള്ള വിശ്വാസവും അത് വികസിപ്പിച്ചെടുക്കുക. ആയുർവേദ മരുന്നുകളുടെ വില നിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അത് കൊണ്ടുവരിക. മാർക്കറ്റിലെ വില നേരത്തെ MD സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിലെ വില നിയന്ത്രിക്കുക. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ കലക്ടർ, അങ്കമാലി ടെൽക്ക്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി എന്നിവയുടെ MD തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച KR വിശ്വംഭരൻ കഴിഞ്ഞ 19-നാണ് ഔഷധി ചെയർമാനായി ചുമതലയേറ്റത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്വർണ്ണാഭരണങ്ങൾക്ക് 2014 ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്വർണ്ണ വ്യാപാര സംഘടനകളുടെ സംയുക്ത വേദി ധനമന്ത്രിക്ക് നിവേദനം നൽകി. ധനകാര്യ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ക്രയവിക്രയം എന്നത് പിശക് മൂലം വാങ്ങലെന്നായി മാറി. തെറ്റ് ചൂണ്ടിക്കാട്ടിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഈ പിശക് നീക്കം ചെയ്യണമെന്നും വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഭീമമായ നികുതി നടപടികൾ പിൻവലിക്കണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ രക്ഷാധികാരി B. ഗിരിരാജൻ, പ്രസിഡന്റ് B. ഗോവിന്ദൻ, TS കല്യാണരാമൻ, MP അഹമ്മദ് തുടങ്ങിയവർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ബ്രിട്ടിൽ ബോൺ രോഗബാധിതരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായുള്ള സംഘടനയായ അമൃതവർഷിണിയുടെ വാർഷിക സംഗമം വാത്സല്യവർഷം 2016 ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. അസുഖബാധിതരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ലോകത്തിന് മാതൃകയാണെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ചടങ്ങിൽ മല്ലിക സുകുമാരൻ, ലതാ നായർ തുടങ്ങിയവർ പങ്കെടുത്തു.